അതൊന്നും കുഴപ്പമില്ല. ശരി. ഓ എന്താ അമ്മ? മറ്റേ കൂട്ടർക്ക് നമ്മുടെ ഈ ബന്ധത്തിന് താല്പര്യമില്ല. നന്നായി. അല്ലെങ്കിലും അന്ന് എന്നെ പെണ്ണാണാൻ വന്നപ്പോ അവർ എന്നെ ഒന്നും അല്ല നോക്കിയത്. ഇവിടെ സ്ഥലം എത്ര സെന്റ് ഉണ്ട്, നമുക്ക് വേറെ എവിടെയൊക്കെ പ്രോപ്പർട്ടി ഉണ്ടെന്നൊക്കെ അല്ലേ അവര് നോക്കിയത്. എടില്ല, അതെ, നമുക്ക് ആ മില്ലിന്റെ അപ്പുറത്തുള്ള 25 സെന്റ് സ്ഥലം അങ്ങ് വിൽക്കാൻ ഏർപ്പാടാക്കിയാലോ? ഞാൻ ആ ബ്രോക്കർ റിവ്യൂ ഒന്ന് കണ്ടിട്ട് വരാം. അതെന്തിനാ ഇപ്പൊ വിൽക്കുന്നേ? മോളെ, നല്ല ഒരു ആലോചന വന്നിട്ടുണ്ട്. പയ്യൻ ഗൾഫിലായിരുന്നു, ഇപ്പൊ നാട്ടിലുണ്ട്. പ്രത്യേകിച്ച് ഡിമാൻഡ്സ് ഒന്നുമില്ല. ദൈവമായിട്ട് കൊണ്ടുവന്ന ആലോചന. ഡിമാൻഡ്സ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ സ്ഥലം വിൽക്കുന്നേ? മോളെ, എടി, പയ്യൻ കല്യാണം കഴിഞ്ഞാലും നമ്മുടെ കൂടെ നിൽക്കും. പിന്നെ ഇപ്പം ജോലി ഇല്ലാത്തതുകൊണ്ട് ഒരു ബിസിനസ് തുടങ്ങാൻ കുറച്ച് തുക കൊടുക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ വേണോ അച്ഛാ? നല്ല കൂട്ടരാ മോളെ. അവൻ ബിസിനസ് ഒക്കെ ചെയ്ത് പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെയല്ലേ ഗുണം. എന്താ അമ്മ ഇത്? സ്ഥലം വിറ്റ് കാശുണ്ടാക്കി പറഞ്ഞയക്കാൻ വേണ്ടിട്ട് ഞാൻ നിങ്ങൾക്ക് അത്രയ്ക്ക് വലിയ ബാധ്യതയാണോ? അല്ല, ഞാൻ കറുത്തു പോയത് എന്റെ കുറ്റമാണോ? മോളെ, എടി, നിന്റെ നല്ലതിന് വേണ്ടിയല്ലോ ഞങ്ങൾ ഇതൊക്കെ പറയുന്നത്. കറുത്തിരിക്കണ പെങ്കുച്ചിനെ എങ്ങനെ കെട്ടിച്ചു വിടാനെന്നൊക്കെയാണ് ബന്ധുക്കാരൊക്കെ പറയണത്. അവരുടെ മുമ്പിൽ നിന്നെ ഒരാളെ ഏൽപ്പിച്ച് അന്തസ്സായിട്ട് കെട്ടിച്ചു വിടണമെന്ന് ഞങ്ങളുടെ ഒരു ആഗ്രഹവും വാശിയല്ലേ.